ഹലോ. ഓഡിബിൾ ആണ് ഷാഹിന, പറഞ്ഞോളൂ. ആ ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ ലിറ്റററി നെയിംസിൻ്റെ 69ാം എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് ആര്യനന്ദയാണ്. അപ്പോൾ നന്ദയെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പരിപാടി തുടങ്ങുന്നതിനായി ആര്യനന്ദയെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാണ്ടോ? ഓഡിബിൾ അല്ലേ? അപ്പോൾ ഗുഡ് ഈവനിങ് ടു ആൾ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മൂവീനെ പറ്റിയിട്ടാണ്. ബ്രിഡ്ജ് ടു ടെറാബിത്തിയ എന്നാണ് മൂവിയുടെ പേര്. ആൻഡ് അതൊരു കാതറിൻ പാറ്റേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലിസ്റ്റ് ഉണ്ട്. ഐ തിങ്ക് ഷീ ഈസ് 92 years old. അപ്പം അത്രയും പ്രായമുണ്ട്. അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയൊരു നോവലാണ് ബ്രിഡ്ജ് ടു ടെറാബിത്തിയ എന്ന് പറയുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ട് ഉണ്ടാക്കിയൊരു മൂവിയെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മൂവിയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ മൂവി കാണുന്നത്. ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഇതിനെ പറ്റിയിട്ട്. 2007 മൂവി റിലീസായിട്ടുള്ളത്. ആൻഡ് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ 12 വയസ്സുള്ള 2 കുട്ടികളാണ്. ഒരാളുടെ പേര് ജസ് എന്നും പിന്നെ ഒരു പെൺകുട്ടിയുള്ളത്, അത് ലെസ്ലി എന്നാണ് അവളുടെ പേര്. അപ്പോൾ ജസ് എന്ന് പറയുന്ന ഈ ആൺകുട്ടി ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. ആൻഡ് ജസ്സിന് ഒരു അനിയത്തി കുട്ടിയുണ്ട്, പേര് മെയ്ബൽ എന്നാണ്. ആൻഡ് ഫാമിലിയിൽ ഇപ്പോൾ ജസ്സിന് അച്ഛനായിട്ടൊരു നല്ലൊരു കണക്ഷൻ അല്ല. ലൈക്ക് മെയ്ബലിനോട് വളരെയധികം സ്നേഹം കാണിക്കുന്നുള്ളൊരു പ്രശ്നം ജസ്സിന് ഇടയ്ക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആൻഡ് പിന്നെ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴും ജസ്സിന് വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. അവൻ ഒരു ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അതിനാകെ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജസ്സിന് മിസ്സിനോട് ഒരു ചെറിയൊരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വേറൊരു കുട്ടിയുണ്ട്, ജാനിസ് എന്ന് പറഞ്ഞിട്ട്. ആ പെൺകുട്ടി എന്ന് പറയുന്നത് എല്ലാവരെയും ബുള്ളി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഈവൻ ജസ്സിനെയും മെയ്ബലിനെയും ഒക്കെ ഈ പെൺകുട്ടി ബുള്ളി ചെയ്യാറുണ്ട്. ആൻഡ് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവരുടെ ക്ലാസ്സിലേക്ക് ലെസ്ലി എന്ന് പറയുന്ന ഈ ഒരു പുതിയ പെൺകുട്ടി പുതിയതായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അന്ന് തന്നെ ഒരു ഓട്ട മത്സരം നടക്കുന്നുണ്ട്. ഇവൻ ജസ്സിന്റെ അച്ഛനൊക്കെ ഇവൻ അങ്ങനത്തെ ഒരു സ്പോർട്സിൽ താല്പര്യം കാണിക്കുന്ന ഒരു കുട്ടി ആയിരിക്കണം എന്നാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ അവൻ അതുകൊണ്ട് അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആൺകുട്ടികളുടെ മത്സരമായിരുന്നു ഇത്. ബട്ട് അതിലേക്ക് ലെസ്ലി വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ഇത് ആൺകുട്ടികൾക്കുള്ളതാണ്, നീ എന്തിനേൽ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിനെ എതിർക്കുന്നുണ്ട്. അവൾ ഓടുന്നതിന് നിനക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ഓട്ട മത്സരം തുടങ്ങും. അങ്ങനെ ജസ്റ്റ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ടിൽ ഓടുകയാണ്. ആ ടൈമിലാണ് ലെസ്ലി ജസ്സിനെ മറികടന്നിട്ട് ഫസ്റ്റ് എത്തുന്നത്. അപ്പോൾ ജസ്റ്റ് സെക്കൻഡായി പോവാണ്. അപ്പോൾ ലെസ്ലി ഇവനോട് മത്സരം കഴിഞ്ഞിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് മൈൻഡ് ആക്കാണ്ട് പോവുകയാണ്. പിന്നെ അതിനുശേഷമാണ് അവരറിയുന്നത്, അവർ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴാണ് പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ലെസ്ലി ജസ്സൊക്കെ ഒരേ സ്ഥലത്തു നിന്നാണ്. അവർ നൈബേഴ്സ് ആണെന്ന് അവരപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു ദിവസം ജസ് ചിത്രം വരയ്ക്കുന്നത് ലെസ്ലി കാണും. അപ്പോൾ അവൾ എത്തി നോക്കുമ്പോൾ ഇവൻ അത് മറയ്ക്കും, കാണിക്കാൻ സമ്മതിക്കൊന്നുമില്ല, അങ്ങനെ ഒരു ഇത്. അപ്പോൾ ലെസ്ലിക്ക് ഒരു വിഷമമൊക്കെ ആവും. പിന്നെ അതിനുശേഷം ഇവള് ക്ലാസ്സിൽ നിന്ന് അവൻ്റെ മേത്തേക്ക് അറിയാതെ തട്ടിത്തടഞ്ഞ് വീഴുമ്പോൾ ഒരു പുസ്തകം ഇവളുടെ കയ്യിൽ പെട്ടുപോകും. അത് ഇവൻ്റെ ഡ്രോയിങ് ബുക്കാണ്. അവളത് തുറന്നു നോക്കും. എന്നിട്ട് ഇവള് ജസ്സിനെ കോംപ്ലിമെന്റ് ചെയ്യും, ലൈക്ക് നല്ല വരയാണ്, അവൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പിക്ചേഴ്സാണ് ഇവൻ വരച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ജസ്സും ലെസ്ലിയും കമ്പനി ആവുകയാണ്. പിന്നെ ഒരു ദിവസം വൈകുന്നേരം ഇവർ രണ്ടാളും കൂടിയിട്ട്, വീട് അടുത്താണല്ലോ, അപ്പോൾ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ ഒരു ഫോറസ്റ്റിലേക്ക് ഇവർ പോവും.
എന്നിട്ട് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നദിയല്ല, ഒരു അരുവി ഉണ്ടായിരുന്നു. അരുവിയുടെ കുറുകെ കടക്കാൻ ഒരു കയർ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റിന് ചാടാൻ ഒരു പേടി, അവൻ ഇങ്ങനെ നിന്ന്. പക്ഷേ ലെസ്ലി ലൈക്ക് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ലെസ്ലി ഒരു കുസലില്ലാണ്ട് കയറുമ്പോൾ തൂങ്ങി പിടിച്ച് അപ്പുറത്തേക്ക് ചാടും. പിന്നെ ജസ്സും അപ്പോൾ കണ്ടപ്പോൾ ഓന് ഒരു മോശത്തരല്ലേ വെച്ചിട്ട് അവനും അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കുകയും അവിടെ ഒരു ട്രീ ഹൗസ് ഒക്കെ അവർ കണ്ടെത്താണ്, ഒരു ഏറുമാടൊക്കെ അവർ കണ്ടെത്താണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരവിടെ ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് ആ ഒരു രാജ്യം, അതൊരു രാജ്യമായിട്ടും അവരവിടുത്തെ രാജാവും റാണിയായിട്ടും എന്നുള്ള രീതിയിലാണ് അവരുടെ ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഏറുമാട് അവരുടെ കൊട്ടാരമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ആൻഡ് ആ ഒരു രാജ്യത്തിന് അവൾ കൊടുക്കുന്ന പേരാണ് ടെറാബിത്തിയ എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ രാജ്യത്ത് മോൺസ്റ്റേഴ്സും ജയൻസും ട്രോൾസും അങ്ങനത്തെ പല ക്രീച്ചേഴ്സ് വരും, അവർ അറ്റാക്ക് ചെയ്യാൻ വരും. ഇവർ രണ്ടാളും കൂടിയിട്ട് ഇവരായിട്ട് യുദ്ധം ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിലായിരുന്നു അവരുടെ ഇമാജിനറി വേൾഡ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവളെ ബുള്ളി ചെയ്യുന്ന ജാനസിനെയൊക്കെ ഇവർ പ്രാങ്ക് ചെയ്യിപ്പിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ലെസ്ലി മനസ്സിലാക്കും ജാനസ് വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. ലൈക്ക് അവളുടെ അച്ഛൻ അവളെ അടിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ട് അവൾ ഒരു ദിവസം ക്ലാസ്സിലിരുന്ന് കരയും അങ്ങനെയൊക്കെ കാണും. അപ്പോൾ ലെസ്ലി അത് അവളുടെ അടുത്ത് ചോദിച്ചറിയും. പിന്നെ അവരൊക്കെ നല്ല കമ്പനിയായി മാറുക. അങ്ങനത്തെ ഒരു നല്ലൊരു പെൺകുട്ടിയാണ് ലെസ്ലി. അങ്ങനെ പക്ഷെ ഒരു ദിവസം ജസ്റ്റ് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛനായിട്ട് അടി ഉണ്ടായിട്ട് ക്ലാസ്സിൽ വന്നപ്പോൾ ലെസ്ലി എന്തോ ഈ ടെറാബിത്തിയെ പറ്റി പറഞ്ഞപ്പോൾ ലെസ്ലിയുടെ അടുത്ത് പറയാൻ അതൊക്കെ വെറുതെയാണ്, കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞിട്ട് ചൂടാവുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് വിഷമം തോന്നും. പിന്നെ അതിനിടയിൽ ജസ്സിന്റെ ബർത്ത്ഡേക്ക് അവന്റെ അച്ഛൻ ഇവന് സ്പോർട്സ് കാറാണ് വാങ്ങിക്കൊടുത്തത്. ലൈക്ക് ഒരു ആൺകുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ സ്പോർട്സ് കാറൊക്കെ വാങ്ങിക്കൊടുത്തു. അവൻ ഇഷ്ടമായി എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ ലെസ്ലി ഇവന് ഗിഫ്റ്റ് ചെയ്യുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആർട്ട് കിറ്റാണ്. ലൈക്ക് കുറേ പെയിൻസും ബ്രഷസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അതൊക്കെ ജസ്സിനെ ലെസ്ലിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് കൂട്ടി കൊണ്ടുവന്ന ഫാക്ടേഴ്സ് ആയിരുന്നു. എന്നിട്ട് പിന്നെ ഈ ഒരു ദേഷ്യപ്പെടൽ കഴിഞ്ഞപ്പോൾ ജസ്സിന് ആകെ വിഷമായി. അപ്പോൾ ലെസ്ലിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നായക്കുട്ടീനെ ജസ് ലെസ്ലിക്ക് ഗിഫ്റ്റ് ചെയ്യും. അപ്പോൾ അവരതിനെ പ്രിൻസ് ടെറിൻ എന്തെന്ന് പേര് വയ്ക്കും. ലൈക്ക് ആ ഒരു രാജ്യത്തെ ഒരു പ്രിൻസായിട്ട് അതിനെ കൺസിഡർ ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ മൂന്നാളും കൂടിയിട്ട് പിന്നെ മോൺസ്റ്റേഴ്സിനെയും ഡ്രാഗൺസിനെയും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും. പിന്നെ അവസാനമാകുമ്പോൾ ഈ ഒരു ദിവസം ഈ മ്യൂസിക് ടീച്ചർ ഉണ്ടല്ലോ, ഈ മറ്റേ ജസ്സിന് ഒരു ക്രഷുള്ള ആ ടീച്ചർ ഒരു ദിവസം രാവിലെ ഇവനെ കാണുമ്പോൾ ടീച്ചർ വിളിക്കുകയാണ്, ഞാനിന്നൊരു മ്യൂസിയം കാണാൻ പോകുന്നുണ്ട്, വരുന്നുണ്ടോ കൂടെ എന്ന് ചോദിച്ചിട്ട് വിളിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മിസ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈമല്ലേ, പോവാം എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ അവൻ ചിന്തിക്കും ലൈക്ക് ലെസ്ലീനെ വിളിക്കണോ എന്ന് ആ ഒരു തോട്ട് അവൻ്റെ അടുത്ത് വരും. പിന്നെ അവന് തോന്നും ഇല്ല, മിസ്സിൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ കിട്ടുന്ന ടൈമാണ്, പോയേക്കാം എന്നുള്ള രീതിയിൽ ആരോടും പറയാണ്ട് അവൻ പോവാണ്. അങ്ങനെ പോയി കറങ്ങി തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലാകെ ഒരു ശോകമൂകമായിട്ടാണുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ജസ് ചോദിക്കാൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ജസ്സിൻ്റെ അച്ഛൻ പറയും നിന്റെ ഫ്രണ്ട് ലെസ്ലി മരിച്ചു എന്ന് പറയാണ്. അപ്പോൾ നമുക്ക് ടു ബി ഓണസ്റ്റ് ഞാനൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള ഒരു സീനായിരുന്നു അത്. ലൈക്ക് തലേന്ന് ആ ഒരു മഴയത്ത് ഈ ലെസ്ലിയും ആ ഒരു പെറ്റായിട്ടുള്ള പ്രിൻസ് ടെറീന, അതിനെ PT എന്നായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. PT ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ മഴയത്ത് ഓടിപ്പോകുന്നു. അപ്പോൾ ലെസ്ലി തിരിഞ്ഞ് നിന്നിട്ട് ഒരു ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു സീനായിരുന്നു. അപ്പോൾ ജസ്സിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവർ തമ്മിലൊരു ഇഷ്ടമൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കേൾക്കുന്നത് ലെസ്ലിയുടെ മരണത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ആകെ ഷോക്കാവും. എന്നിട്ട് അവരുടെ ഈ അപ്പോൾ ഈ അച്ഛൻ മരണകാരണം പറയുന്നത് ഇവൾ ഒറ്റയ്ക്കായിരുന്നു അന്ന് ടെറാബിത്തിയയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ പറയാണ് അവൾ ആ ഒരു അരുവി ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ആ കയറ് പൊട്ടി താഴെ വീണിട്ട് ആ അരുവിയിൽ വീണിട്ടാണ് അവൾ മരിക്കുന്നതെന്നൊക്കെ.
അപ്പോൾ ജസ്റ്റ് അവിടെ പോയൊക്കെ നോക്കുന്നു. അപ്പോൾ കയറ് പകുതി മുറിഞ്ഞ് കിടക്കുന്നത് കാണും. പിന്നെ അവളുടെ വീട്ടിൽ കുറേ ആംബുലൻസും അങ്ങനത്തെ വണ്ടികളൊക്കെ കിടക്കുന്നതൊക്കെ കാണും. അപ്പോൾ അവൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. പിന്നെ മെല്ലെ മെല്ലെ മനസ്സിലാക്കിയിട്ട് അവൻ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാണ്. പിന്നെ പിറ്റേ ദിവസം ജസ്സിൻ്റെ ഫാമിലിയൊക്കെ കൂടിയിട്ട് ലെസ്ലിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ലെസ്ലിയുടെ പാരൻസ് പറയും, ഇവനോട് പറയും, നീയായിരുന്നു ലെസ്ലിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ജസ്സിനൊക്കെ ആകെ വിഷമാവും. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ജസ്സിൻ്റെ അവളെ വിളിക്കണമായിരുന്നു എന്നുള്ളൊരു ആ ഒരു തോട്ട് ജസ്റ്റ് പോയല്ലോ. പിന്നെ ഒരു സെക്കൻഡ് തോട്ട് വന്നിട്ടാണല്ലോ അവൻ പോയത്. അപ്പോൾ ആ ഒരു ഗിൽട്ട്, അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഇത് നടക്കുന്നുണ്ടാവില്ലായിരിക്കും, അവൾ മരിക്കില്ലായിരിക്കും എന്നുള്ളൊരു ചിന്ത അവനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് പിന്നെ ലെസ്ലി മരിച്ചതോടെ അവരുടെ ഫാമിലി അവിടെ നിന്ന് പിന്നെ സ്ഥലം മാറി പോവാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ വീട്ടിൽ കുറച്ച് മരങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ മരങ്ങളൊക്കെ ജസ്റ്റ് എടുത്തുകൊണ്ടുവന്നിട്ട് അവരുടെ പെർമിഷനോടെ എടുത്തുകൊണ്ടുവന്നിട്ട് ഈ സ്ഥലത്ത് നിന്നും ഈ അരുവിയുടെ ക്രോസ് ചെയ്തിട്ട് ടെറാബിത്തിയിലേക്ക് ഇവനൊരു ബ്രിഡ്ജ് നിർമ്മിക്കുകയാണ്. അതാണ് ബ്രിഡ്ജ് ടു ടെറാബിത്തിയ എന്ന് പറയുന്നത്. ആൻഡ് അത് ലെസ്ലിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴും മെയ്ബൽ അങ്ങോട്ട് വരും. അപ്പോൾ മെയ്ബൽ അതിലിങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ വെക്കും. ആൻഡ് ദേവർ മെയ്ബലും ആ രാജ്യത്തെ ഒരു പ്രിൻസസ് ആയിട്ട് നിൽക്കാം എന്നുള്ള രീതിയിലും ഇവനപ്പോഴും കിങ് ആയിട്ടും ഈ അനിയത്തി പ്രിൻസസ് ആയിട്ടും നിൽക്കാം എന്നുള്ള രീതിയിൽ അവരൊരു കരാറിലെത്തുന്നു. അങ്ങനെ അവരുടെ ആ ഒരു ഇമാജിനറി വേൾഡ് അവർ പിന്നെ അങ്ങനെ കളിച്ച് നടക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് കഥ അവസാനിക്കുന്നത്. എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ ലെസ്ലി മരിച്ച ഭാഗത്ത് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നു. ഞാൻ കരഞ്ഞു എന്നൊക്കെ തന്നെ പറയാം. അത്ര ഇമോഷണൽ ആയിട്ടുള്ള, കുട്ടികൾക്കുള്ളൊരു സിനിമയാണെങ്കിലും അത്ര ഇമോഷണൽ ആയിട്ടുള്ളൊരു പടമാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു പടമാണ്. നമുക്ക് അവർക്ക് ഇടയിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും ആ ഒരു ഇഷ്ടത്തിൻ്റെയും ഒക്കെ ഒരു ഇത് നമുക്ക് ആ സിനിമയിൽ നിന്നും ആ ഓരോ രംഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ ആര്യനൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നമ്മളെ മുന്നിൽ പ്രസന്റ് ചെയ്തു. അപ്പോൾ ഫീഡ്ബാക്ക് പറയുന്നതിന് ഞാൻ തേഴ്സിനെ ക്ഷണിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ എടാ കേൾക്കുന്നില്ല. തേഴ്സിനെ പറയുന്നത് കേൾക്കുന്നില്ല, ഓഡിയോ ക്ലിയർ അല്ല. വോയിസ് ഇപ്പോഴും ഓഡിബിൾ അല്ല. ഇല്ലടാ കേൾക്കുന്നില്ല. ഇല്ല തേഴ്സിന കേൾക്കുന്നില്ല. ആ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നീ പറഞ്ഞത് ഇല്ല, നിന്റെ ബ്രേക്കിംഗ് അപ്പ്, നിന്റെ വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആവാണ്. ഒരു മൊമെന്റിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് കേൾക്കുന്നില്ല. അങ്ങനെ ഉണ്ട്, ചിലതൊക്കെ ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ ഒഡിബിളാണ്. ഇപ്പോഴൊന്ന് വെച്ചതൊക്കെ ഒഡിബിളാണ്. ഓക്കെ ഇനി പറഞ്ഞോളൂ. കേൾക്കുന്നു. ഈ സ്റ്റോറി എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഒരു ഇമോഷണൽ കണക്റ്റിംഗ് സ്റ്റോറിയാണ്. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിൽ നമ്മെ വേർപിരിയാം. മീൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ വ്യക്തി നമ്മളെ വേർപിരിയുമെന്ന്. ഇപ്പൊ കേൾക്കുന്നുണ്ടാ? പറയുന്നത് കേൾക്കുന്നുണ്ടാ? കേൾക്കാണ്ട്. അതായത് ഇവിടെ മീൻസ് ഇപ്പൊ നമുക്ക് ആലോചിച്ചാൽ മതി. നമ്മൾ എന്നും കോളേജിലേക്ക് വരുന്നവരാണ്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഏറ്റവും ഇടപഴകുന്നവരാണ്. പിറ്റേ ദിവസം വരുമ്പോ ആ കുട്ടി എന്തില്ല, ആ കുട്ടി ആക്സിഡന്റ് ആണ്. അപ്പൊ ചോദിക്കുമ്പോ പറയണേ ആ കുട്ടി മരിച്ചു എന്ന്. സോ അത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് എന്താണ് ഭയങ്കര കണക്റ്റിംഗ് ആണ്. സോ അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ നമുക്ക് ഉണ്ടായേക്കാം മേ ബി കൂട്ടത്തിൽ തന്നെ. സോ ഇതിലൊരു ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലവ് തീം, ഒരു റൊമാൻറ്റിക് തീം വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്. ഞാൻ സ്റ്റോറി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഒരു
ഇമാജിനേഷണറി വേൾഡ് ആണ്. ഒരു ഇമാജിനേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറി എത്തിക്കുന്നുണ്ട്. സോ ഈ സ്റ്റോറി അതിന്റെ ട്രാജഡി അവള് പറഞ്ഞപ്പോ, അരുണന്ത പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എന്താ പറയാ ഒരു ട്വിസ്റ്റാണ് ഉണ്ടായത്. ആ കുട്ടി ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്നു, പിറ്റേ ദിവസം ആ കുട്ടിയുടെ ഫ്രണ്ട് കാണുന്നില്ല. അപ്പൊ ചോദിക്കുമ്പോ പറയാണ് ആ കുട്ടി മരിച്ചുപോയി എന്ന്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ഒരിക്കലും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെ. അപ്പൊ ഭയങ്കര ഒരു ഇമോഷണലി മനസ്സിൽ ഭയങ്കര ടച്ച് ചെയ്തു. ആ ഒരു നമ്മൾക്ക് വായിക്കുന്നവർക്ക് മാത്രമല്ല അത് കേൾക്കുന്നവർക്കും പോലും എന്താകുന്നുണ്ട്, ആ ഒരു മനസ്സിൽ ആ ഒരു ഫീല് കൊള്ളിക്കുന്ന ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇമോഷണൽ സ്റ്റോറിയാണ്. അപ്പൊ നല്ല സ്റ്റോറി ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അവൾ നല്ല രീതിയിൽ അവൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ സോ താങ്ക് യു. അടുത്തതായി സെജിനിയെ ക്ഷണിക്കുകയാണ് ഫീഡ്ബാക്കിന്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ട്. ഞാൻ ഈ ഫിലിം ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ്. അതായത് ഫ്രണ്ട്ഷിപ്പാണ് മെയിനായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചില സൗഹൃദങ്ങൾ ചിലർ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ഒരു നിമിഷം കടന്നു വരികയും പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമാവുകയും ചെയ്യണം. ആ ഒരു സൗഹൃദം അനുഭവിച്ച് തുടങ്ങി പിന്നെ കുറച്ചാകുമ്പോഴേക്കും അത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെസ്ലിൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഒരു ഫ്രണ്ട്ഷിപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതുപോലെ അതിൻ്റെ ക്ലൈമാക്സ് അതുപോലെ ഇമോഷണലി ഒരു ടച്ചിങ് ആയി തോന്നി. അതുപോലെ തന്നെ പിന്നെ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു തീമാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ ഇതുപോലുള്ള ഒരു പേഴ്സൺസ് ഉണ്ടായിരിക്കും പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന. പെട്ടെന്ന് അത് ആ ഒരു ഇത് ആസ്വദിച്ച് തുടങ്ങുന്നതിന് മുന്നേ അപ്രതീക്ഷിതമായി മാറുകയാണ് ചെയ്യുന്നത്. അവൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. താങ്ക് യു. ഷാഹിന, അപ്പോ ഇതുവരെ നമ്മുടെ മുന്നിൽ ഷെയർ ചെയ്ത ആര്യനന്ദയോട് ഞാൻ വളരെയധികം നന്ദി പറയാണ്. അതുപോലെ ഇവിടെ കേട്ടിരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. അപ്പോൾ താങ്ക് യു.